ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ടേർട്ടിൽ വൈൻ നമുക്ക് എളുപ്പത്തിൽ നടാവുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മണ്ണും പിന്നെ ഇതിപ്പോൾ കോഴിയുടെ വെള്ളവും കേട്ടോ, നമുക്ക് ചാണകപ്പൊടി ആയാലും ഇടാം, അതെല്ലാം എടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണേണ്. അതിന് ശേഷം നമുക്ക് ടേർട്ടിൽ വൈൻ ഇപ്പോൾ ഞാനിപ്പോൾ 2-3 ഇതിലായിട്ട് ടേർട്ടിൽ വൈൻ നട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മോളുടെ ഒരു പഴയ ഷൂവിൽ ഞാൻ നട്ടതാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഹാങ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ താഴേന്ന് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും അതിൽ കുറേ പിന്നെയും ഉണ്ടായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ടേർട്ടിൽ വൈൻ്റെ താഴെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇതിപ്പോൾ ഞാനൊരു ബോട്ടിലൊക്കെ ആക്കി വെച്ചേക്കുന്നതാണ്. പല ചെറിയ ചെറിയ ബോട്ടിൽസിലൊക്കെ ഞാൻ കുറേ ഇതുപോലെ നട്ട് നല്ലതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലം വന്ന കാരണം നമുക്ക് നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ടേർട്ടിൽ വൈൻ. നല്ല പച്ചപ്പായിട്ട് നിന്നോളൂ. വേനൽക്കാലത്ത് ഇത് അങ്ങനെ പിടിക്കത്തില്ല. ഇപ്പോൾ ഞാൻ അതിൻ്റെ കട്ട് ചെയ്ത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് നീളത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടാൻ വേണ്ടി നമുക്ക് അധികം ഒരു ഇതിൻ്റെ ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ എടുത്ത് ഈ മണ്ണിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, നല്ലോണം പിടിച്ച് വരും. കാരണം അതിൻ്റെ ആ സ്റ്റെംസിൽ മൊത്തം വേരുണ്ട്. പക്ഷേ പെട്ടെന്ന് ഹാങ് ചെയ്ത് വരാൻ വേണ്ടി ഈ സൈഡിലായിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്യണ രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വളർന്നു കിട്ടും കേട്ടോ. ഞാൻ അതുപോലെയാണ് എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ആ സൈഡിൽ മൊത്തം ഇതുപോലെ ആ കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ പിടിച്ച് വന്നോളും. വേനൽക്കാലം ആയത് കാരണം ഇതൊക്കെ കുറച്ച് കരിഞ്ഞൊക്കെ പോയിരുന്നു. അതിൻ്റെ ഗ്രോത്തൊക്കെ വളരെ കുറവായിരുന്നു. മഴക്കാലത്താണ് നമുക്ക് ഏറ്റവും നല്ലത് ടേർട്ടിൽ വൈനൊക്കെ നടാൻ വേണ്ടി ഏറ്റവും നല്ലത് നമ്മൾ മഴക്കാലം തന്നെയാണ്. തണുപ്പാണ് ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഞാനിതുപോലെ കണ്ടോ ഹാങ് ചെയ്ത് താഴെ മൊത്തം എല്ലാ സൈഡിലേക്കും ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ മണ്ണും പിന്നെ മുട്ടയുടെ തോടൊക്കെ കൂടി ഞാൻ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ബോട്ടിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വളമായിട്ട് ഇട്ട് കൊടുക്കാനാണ്. അതിൻ്റെ മൈദയും നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ മണ്ണിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ടേർട്ടിൽ വൈൻ എടുത്ത് കട്ട് ചെയ്ത് വെറുതെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ സൈഡിൽ മാത്രം വരത്തുള്ളൂ. ആ നടുക്കത്തെ പോർഷനിൽ വരാൻ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് അവിടെയും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കേട്ടോ ഞാൻ എല്ലാം നടന്നത്. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ പ്രത്യേകത പെട്ടെന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം.